വന നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് അസംബ്ലിയിൽ അവതരിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. ആ ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചതായിട്ട് അറിയുന്നു. അപ്പോൾ അതിൽ വരാൻ പോകുന്ന ഭേദഗതികളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ ഭേദഗതികളെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭേദഗതികളാണ് അതിൽ വരാൻ പോകുന്നത്. അത് വരുന്നുണ്ടെങ്കിൽ അത് കുറേ ആളുകളെ ഇത് അഫക്റ്റ് ചെയ്യും എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. ആ കൂടുതൽ ആളുകളെന്ന് പറയുന്നതും ഇത് അഫക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നവരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ ജനങ്ങളാണ്. ആ ഇടുക്കിയിലുള്ള ഒരുപാട് കർഷകരും ഒക്കെ യഥാർത്ഥത്തിൽ ഈ വനഭൂമിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പലർക്കും പട്ടയമൊന്നുമില്ല. പക്ഷെ അവർക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, ഇവരുടെ കൈവശം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിൽ കടന്നു കയറിയാൽ, അതായത് വനത്തിലേക്ക് കടന്നു കയറിയാലോ, അതായത് ട്രസ്പാസ്, അതിപ്പോൾ തന്നെ സെക്ഷൻ 27 അനുസരിച്ചുള്ള ഒഫൻസാണ്. അതേപോലെ തന്നെ അവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് മാറ്റിയാലോ, എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലോ, അവിടെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിച്ചാലോ എല്ലാം വലിയ ഒഫൻസ് വരും. അപ്പോൾ ഇതെന്തെന്ന് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പലതിലും പോകുന്നതിനും പോലും യഥാർത്ഥ വനത്തിനകത്തുള്ള വഴി കൂടെ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പം തന്നെ നമ്മൾ കണ്ടതാണ്, വനത്തിൽ കൂടെ നടന്നു പോകേണ്ട ഒരു ഗതികേട് വന്ന ഒരു മനുഷ്യനെ ആന വെട്ടിക്കൊന്നു. അപ്പോൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം ഇത് ആ വനത്തിനകത്തുള്ള വഴിയാണ്. യഥാർത്ഥത്തിൽ അത് പബ്ലിക് പാത്ത് വേ ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്ന സാധനമല്ല. പക്ഷേ മനുഷ്യനല്ലേ നടന്നു പോകണ്ടേ, അതുകൊണ്ടത് കണ്ടച്ചു കൊടുക്കുന്നതാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ ഇത് സ്ട്രിക്റ്റ് സെൻസിൽ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വനത്തിൽ കയറിയിട്ട് വനത്തിനകത്തൂടെ ഇതുപോലെ നടന്നു പോയിരിക്കട്ടെ. അല്ലെങ്കിൽ ഇത് ഒരുപാട് ആളുകൾ മീൻ പിടിക്കും. വനത്തിനകത്തുനിന്ന് ഉള്ള പുഴയുണ്ട്, ധാരാളം പുഴകളുണ്ട് വനത്തിനകത്ത്. അപ്പോൾ അതിലൊക്കെ ധാരാളം മീനുകളുമുണ്ട്, നല്ല ടേസ്റ്റുള്ള പുഴമീനുണ്ട്. അപ്പോൾ ഈ പുഴമീൻ പിടിച്ചെടുക്കൊണ്ട് വരും. അതൊരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇനി എന്ത് ചെയ്യാൻ നോക്കും? കാരണം ഈ നിയമം ഇതുപോലെ സ്ട്രിക്റ്റ് സെൻസിൽ നടപ്പാക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനി അതേപോലെ തന്നെ വനത്തിൽ ഇതിനകത്തെ ചോലകളിൽ, അതായത് ഇവിടെ പുഴയിൽ കുളിക്കുന്ന ആളുകളുണ്ട് ധാരാളം. ആ വാട്ടർ കോഴ്സിൽ കുളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൽ കുളിക്കാൻ കയറും അവർ. അതുപോലെ ഇവർ പലപ്പോഴും ഈ കന്നുകാലികളെ അവിടെ തീറ്റും. കന്നുകാലികളെ തീറ്റ അഴിച്ചു വിട്ടാലും ട്രസ്പാസായി തീർന്നു. കാരണം അത് ആ രീതി വനത്തിലേക്ക് അതിക്രമിച്ച് കയറി എന്നുള്ള രീതിയിൽ വരാം. അങ്ങനെ സ്ട്രിക്റ്റ് സെൻസിൽ ഇത് അങ്ങോട്ട്. പിന്നെ മാത്രമല്ല, എനിക്കിതറിയാവുന്നത് ഒരുപാട് ആളുകൾ, അതായത് പത്തനാപുരം ആ ഭാഗത്തൊക്കെ, പുന്നല ആ ഭാഗത്തൊക്കെ മിക്കവാറും വനത്തിനോട് ചേർന്നുള്ള താമസിക്കുന്ന ആളുകൾ പലപ്പോഴും അവരൊക്കെ ഈ വനഭൂമി അവരുടെ കയ്യിലുണ്ട്, ഒരുപാട് പേരുടെ കയ്യിൽ. അതിനകത്തൊക്കെ ഒരു 30, 35, 40 വർഷം പഴക്കമുള്ള വൃക്ഷങ്ങൾ ഉണ്ട്. ഇവർ വെച്ചേക്കുന്നുണ്ട്. തെങ്ങ്, അതുപോലെ തന്നെ തെങ്ങ്, കമുക്, പിന്നെ റബ്ബറൊക്കെ ഇഷ്ടംമാതിരി നട്ട് വെച്ചേക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഒഴിപ്പിക്കാനിടയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു മനുഷ്യാവകാശ ലംഘനമായിട്ട് അത് മാറും. കാരണം ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് അവർ. കാലാകാലങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കയ്യിൽ. അപ്പം നമുക്ക് സാധാരണ ഒരാളുടെ ഒരു വസ്തു ഒരു അന്യ കൈവശം ആയി കഴിഞ്ഞാൽ, അതായത് എതിർ കൈവശാവകാശം, അഡ്വേഴ്സ് പൊസഷൻ ആൻഡ് ലിമിറ്റേഷൻ, അത് വരണമെന്നുണ്ടെങ്കിൽ 12 വർഷം മതി. ഇപ്പം എൻ്റെ ഒരു വസ്തു ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എനിക്കതിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അയാൾ വന്ന് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അയാളുടെ കൈവശമാണ്. 12 വർഷം അയാൾ തുടർച്ചയായിട്ട് നിരാക്ഷേപമായിട്ടും അതിനിടയിൽ ഞാൻ കേസ് കൊടുക്കുകയൊക്കെ ചെയ്താൽ കാര്യമില്ല, അത് പിന്നെ പോയി. അതല്ലാതെ ഞാനൊന്നും അനങ്ങുന്നില്ല. ഈ 12 വർഷം കഴിഞ്ഞ് ഒരു 10, 15, 20 വർഷം ആകുമ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് എന്തെന്നറിയോ, ഇയാൾക്ക് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന ടൈറ്റിൽ വരെ കിട്ടും എന്നുള്ളതാണ്. ഒരു പൊസസറി ടൈറ്റിലാണ് അയാൾക്ക് കിട്ടുന്നത്. ഉടമസ്ഥാവകാശം തന്നെ കിട്ടും, മറ്റേ ആൾക്ക് കിട്ടും. അത് സാധാരണയുള്ള മനുഷ്യരുടെ. ഇനി ഗവൺമെന്റ് ലാൻഡ് ഒരാളുടെ കയ്യിൽ ഇരിക്കുന്നെന്നിരിക്കട്ടെ, അതുപോലെ അതിന് 30 വർഷം പറഞ്ഞിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ആ 30 ഇയേഴ്സ്. ഈ 30 വർഷത്തിന് മുകളിലായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അപ്പോൾ അവരെയൊക്കെ അതിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? കാരണം അവർക്ക് പൊസസറി ടൈറ്റിൽ കിട്ടിയതാണ്. പക്ഷേ ഈ വനം നിയമം ഇതുപോലെ ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും അവർ ഈ നടപടി അങ്ങ് എടുക്കുന്നിരിക്കട്ടെ. അവർ നടപടി എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ ഒരു അധികാരം കിട്ടുന്നതിന് തുല്യമാണത്. ഒരാളെ അത് എഴുതുക, കേസെടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ഫോറസ്റ്റ് കോടതികളുണ്ട്, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. കാരണം ഇത് ട്രസ്പാസ് അല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. വനത്തിൽ അതിക്രമിച്ച് കയറിയ ട്രസ്പാസാണ്. വനത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു സാധനം വനത്തിൽ നിന്ന് ശേഖരിക്കാൻ ഒക്കത്തില്ല. ആദിവാസികൾക്ക് മാത്രമാണ് അതിൽ എക്സെപ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ വനത്തിൽ നിന്ന് അവർക്കാണെങ്കിൽ ഈറ്റ വെട്ടാനും ഒക്കെ ലൈസൻസ് ഒക്കെ കിട്ടും, അവർക്ക് കിട്ടും. സാറിന് നമുക്ക് പുറത്തുള്ളവരാൾക്ക് കിട്ടാറില്ല. ഈറ്റ വെട്ടുക, അതുപോലെ മുള വെട്ടുക, എടുക്കുക, ഇതൊക്കെ ചെയ്യാം. അതിന് പെർമിറ്റും ലൈസൻസും ഒക്കെ വേണം.
ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇത് സാധാരണ ഒരാൾക്ക് കയറി ഇനി വനാതിർത്തി താമസിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടും ഇതുപോലെ കൈവശം വെച്ചേക്കുന്ന കാരണം കൊണ്ടും അതിൽ വലിയ മരങ്ങളുണ്ടെങ്കിൽ അതൊന്നും മുറിച്ചു മാറ്റാനുള്ള അവകാശമില്ല ഇവർക്ക്. അങ്ങനൊന്നുമില്ല, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴും. അപ്പോൾ ഇതൊരു വലിയ ഭീതിയുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള കയ്യേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും കൂടുതൽ കയ്യേറ്റക്കാരുള്ളത് ഇടുക്കിയിലാണ്. ഈ മതികെട്ടാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതെല്ലാം ആ മല അവിടെ എല്ലാം കയ്യേറ്റക്കാരുടെ ഒരു കേന്ദ്രമാണ്, ധാരാളമുണ്ട്. അതുകൊണ്ട് ആ ഇടുക്കിയിലെ ജനങ്ങൾ ആകെപ്പാടെ പരിഭ്രാന്തിയിലാണ്, ബുദ്ധിമുട്ടിലാവും അവര്. കാരണം ഇത് സ്ട്രിക്റ്റോ സെൻസോ, അതായത് സ്ട്രിക്റ്റ് സെൻസിൽ നടപ്പാക്കിയാൽ അവർക്കൊക്കെ പ്രശ്നം വരും, ബുദ്ധിമുട്ടാണ്. ആ ജനങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. ഇപ്പം തന്നെ അവർക്ക് കിടക്കപ്പുറതിയില്ല. കാരണം ആനയുടെയും കടുവായുടെയും പുലിയുടെയും കരടിയുടെയും എല്ലാം ശല്യം. അത് മാത്രമോ, ഇപ്പോൾ ഈ പന്നിയുണ്ടല്ലോ, കാട്ടുപന്നി. ഈ കാട്ടുപന്നി എന്ന് പറയുന്നത് പണ്ട് കാട്ടിലേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പം നാട്ടിലുണ്ട്. ഈ അടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായതാണ്. കാരണം ഇപ്പം ഞാൻ പണ്ട് എൻ്റെ കുടുംബ വീടൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒത്തിരി മരങ്ങളുള്ള ഒരു വസ്തുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ അത് ഫോറസ്റ്റ് ആയിട്ട് മാറണം എന്നാണ് നിയമം. അതിനകത്ത് നിറച്ച് കാട്ടുപന്നികളാണ്. ഇപ്പം അവിടെ ഒന്നും ആർക്കും മരച്ചീനിയൊന്നും കപ്പയൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഇത് മുഴുവൻ വന്ന് കുത്തി മറിച്ചിട്ട് കളയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ പോയപ്പോൾ ഏതാണ്ട് ടൗൺ പോലുള്ള ഒരു സ്ഥലം, പുനലൂരിനടുത്ത് വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ബ്രദർ താമസിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ ഒക്കത്തില്ല, കാട്ടുപന്നി കുത്തിമറിക്കുകയാണ് എല്ലാം. ഭയമാണ് അവർക്ക് വെളിയിലിറങ്ങാൻ, ഈ കാട്ടുപന്നികളുടെ ശല്യം. എന്ന് പറഞ്ഞ പോലെ ഈ ജനങ്ങൾ ഇപ്പൊ തന്നെ ഈ മൃഗങ്ങളെ കൊണ്ട് പ്രതിമുട്ടുകയാണ്. ആന ചവിട്ടി കൊല്ലുന്നു, ആന വലിച്ചീറി ചവിട്ടിയിട്ടോ അതിന്റെ ആ വൈരാഗ്യം കണ്ടോണോ ചെയ്തേക്കുന്നത്, അത് പിടിച്ച് കീറി എന്നുള്ളതാണ് ആ ശവശരീരം. അതൊക്കെ ചെയ്യാണ്. ഇതുപോലെ അത്ര വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് അത് പെരുമാറുന്നത്. അതാ അതിനെ ഇവരാരും ഒന്നും ഉപദ്രവിക്കുന്നതല്ല. ആന ആരാണ്ട് ഉപദ്രവിക്കാൻ പോകും. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആന കാട്ടിൽ നിന്ന് വെളിയിറങ്ങും. ഇറങ്ങിയിട്ട് ഇപ്പോൾ നല്ല സ്വൈര വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഒരു സെൻസസ് പോലും, കണക്ക് പോലും വെളി വരുന്നില്ല. ഇതിലൊക്കെ വളരെ കുറവാണ് ആനയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്ന് പറയുന്നത്. ഒന്നും കുറഞ്ഞിട്ടില്ല, ആനയുടെ എണ്ണം വളരെ കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ വയ്യാതെ വനത്തിനകത്ത് വരുമ്പോൾ അതിഞ്ഞ് വെളി വരുന്നത് ധാരാളം, ഇഷ്ടം പോലെ. അതുപോലെ തന്നെ കടുവയുടെ സെൻസസ് നടത്തി. കടുവ എത്ര എണ്ണം വയനാട്ടിൽ ധാരാളം ഉണ്ട്. കടുവ കൽപ്പറ്റ, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലൊക്കെ ധാരാളം ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഫോറസ്റ്റിലവിടെ കടുവയെ. അപ്പം അതിൻ്റെ ഒന്നും സെൻസസ് നടത്തത്തില്ല. കാരണം കടുവ സംരക്ഷണ കേന്ദ്രം ആയിട്ട് അത് മാറി. കടുവ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ സെൻട്രൽ ഫണ്ടിങ് വേണ്ടി വരും. അതുകൊണ്ട് പണം കൊടുക്കണം. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് യാതൊരു താല്പര്യവും ഇതിനകത്തില്ല. അതാണ് കാര്യം. എന്നാൽ കേരള ഗവൺമെന്റോ അവരെന്നാൽ ഇത് പ്രഖ്യാപിക്കണം ഈ രീതിയിലെന്ന് പറഞ്ഞാൽ അതിന് ഇറങ്ങുന്നതുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുമ്പോഴാണ് ഇതുപോലെ ഈ അമെൻമെന്റുകളുമായിട്ട് ഇപ്പം മുമ്പോട്ട് വരുന്നത്. അല്ലാതെ ഇനി ഈ വനത്തിന്റെ അതിനകത്ത് നിയമം അങ്ങ് ഭേദഗതി ചെയ്താൽ ഈ ആന ഇറങ്ങി ആരെയും കൊല്ലത്തില്ലേ, കടുവ ഇറങ്ങത്തില്ലേ, പുലി ഇറങ്ങത്തില്ലേ, വെളിയിൽ കരടി ഇറങ്ങത്തില്ലേ, കാട്ടുപന്നി ഇറങ്ങത്തില്ലേ? അപ്പൊ അതാ ചിന്തിക്കേണ്ടത്. അതിനെന്തെങ്കിലും ഒരു വേ ഔട്ട്, ഒരു മാർഗം കണ്ടുപിടിച്ച് ജനങ്ങളുടെ ഈ അവശത ഒന്ന് മാറ്റുന്നതിന് പകരം, ദുരിതം അകറ്റുന്നതിന് പകരം വനനിയമം ഭേദഗതി ചെയ്ത് ബാക്കി ഇനി ആ വനത്തിന്റെ പരിസരത്തൂടെ പോകുന്നവനെയും കൂടെ പിടിച്ച് ജയിലിൽ ഇടുന്ന ഒരിടപാടാണ് ഇപ്പം കൊണ്ടുവരാൻ പോകുന്നത്. ഏതായാലും അത് ചർച്ച ചെയ്യണം, അത് എതിർക്കപ്പെടേണ്ടതാണ്. എല്ലാവരും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ.